ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ അടുക്കളയിലേക്ക് വന്നേ കേട്ടോ, പാചകത്തിന് കയറിയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസാണ് ഇന്ന് വെക്കുന്നത്. എനിക്ക് കുറച്ച് റെഡ് റൈസ് എനിക്ക് കഴിക്കാനുള്ളതുണ്ട്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ കുറച്ച് വൈറ്റ് റൈസിനോട് ഇഷ്ടം കൂടുതലാണ് എന്ന് വിചാരിച്ചിട്ടാണ് ചോറ് വെക്കാൻ വേണ്ടി വെള്ളം അടപ്പേ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ കറി വന്നിട്ട് വെള്ളക്കടല കറിയാണ് വെക്കുന്നത് കേട്ടോ. അത് ഞാനൊരു 7-10 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത കടലയാണ്. ഇനി ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കണം. ഇവിടെ ദോശയ്ക്ക് ഈ വെള്ളക്കടല കറി വെച്ച് കഴിഞ്ഞാൽ അപ്പൂസ് ദോശ ഒരു 2-3 കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ കടല കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആ കടല കുതിർത്തത് അങ്ങനെ കഴുകി വാരി കുക്കറിനകത്തിട്ടു. എന്നിട്ട് അതിനകത്ത് ഞാൻ വെള്ളം വെച്ച്. വെള്ളം വന്നിട്ട് ഇത്ര ഒരു നരപ്പനെ വെള്ളം വെക്കാൻ പാടുള്ളൂ, ഒരുപാട് വെള്ളം വെക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു അളവിൽ വേണം വെള്ളം വെക്കാൻ. അത് കഴിഞ്ഞ് വെച്ചും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്യുന്നത്. പിങ്ക് സാൾട്ട് എന്ന് പറഞ്ഞാൽ ഇന്ദുപ്പ്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പം പാചക സമയത്തല്ല ഞാനിത് റിപ്പീറ്റ് പറയുന്നതിൻ്റെ കാര്യം, ഈ വെള്ള ഉപ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടി ഇത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ഞാനിപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തൊരു 1-2 സാധനം കൂടെ ചേർക്കാനുണ്ട്. അത് മെയിനായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് എടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ പിന്നെ അതിനകത്ത് ചേർക്കാനുള്ള സവാളയും കൂടിയൊക്കെ ഒരുമിച്ച് ഞാൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് എല്ലാം കൂടെ അങ്ങ് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ അർജൻറ്റായിട്ട് വേണ്ടുന്നത് ഉരുളൻകിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇനി ഇതൊന്ന് തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊരു 4 പീസായിട്ട് മുറിച്ചിട്ടാൽ മതി. ഒരുപാട് വലിയ പീസായിട്ട് ഇടേണ്ട, ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 4 പീസായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആ കടല വേവുന്ന അത്രയും വിസിലടിപ്പിക്കുമല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് അങ്ങ് വെന്തോളും. അപ്പോൾ ഞാനാണെങ്കിൽ ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിനെ ഞാനൊരു 4 പീസായിട്ട് ഇങ്ങനെ മുറിച്ച് കേട്ടോ. ഇനി നമുക്കിത് കടലയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ചിട്ട് നമുക്കൊരു 7 വിസിലടുപ്പിച്ചിട്ട് വേവിക്കണം. കാരണം വെള്ളക്കടല വേവാൻ വെച്ച് സമയം പിടിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വാഷർ ഒന്ന് വെള്ളത്തിനകത്ത് നനച്ച് വേണം കുക്കർ അടയ്ക്കുമ്പോൾ വാഷർ ഇടാൻ, അത് മറക്കരുത്. അപ്പോൾ ഞാൻ അത് അപ്പുറത്തെ അടപ്പയിലോട്ട് വെച്ചു. അപ്പോൾ അത് രണ്ടും അവിടെ നിന്ന് വേവട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്തിന് അരി അടപ്പയിടാനുള്ള വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ അരി അങ്ങ് അടപ്പയിട്ടു. ഞാൻ ഈ പച്ചരി ആണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ വേവിക്കുള്ളൂ. എനിക്ക് ഈ കുക്കറിനകത്ത് വേവിക്കുന്ന ഇഷ്ടമല്ല. കാരണം കുക്കറിനകത്ത് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങ് കല്ല് പോലെ ആയിപ്പോവും. ഇതാകുമ്പോൾ നമുക്ക് എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാലും തണുത്താലൊന്നും ചോറൊന്നും ആവത്തില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ പച്ചരിച്ചോറ് വെക്കുമ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും ഉപ്പ് ചേർക്കാറുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ പച്ചരിച്ചോറ് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ എപ്പോഴും പച്ചരി വേവിക്കാറ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കറിക്കൊക്കെ ഉപ്പ് ചേർക്കുന്നത്. അപ്പം ഒരുപാട് ഉപ്പൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ആ അരി അടപ്പയിട്ട് അത് അവിടെ ഇരുന്ന് വേവട്ട്, കടല അപ്പുറത്തിരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ അതിന് ചേർക്കാൻ വേണ്ടുന്ന സവാള അങ്ങ് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ സവാള ഒരു 4 ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി മുറിച്ചെടുത്തു. ഇനി ഞാൻ വിചാരിച്ചെന്നാൽ അതങ്ങ് ചോപ്പറിലങ്ങ് ചെറുതായിട്ടങ്ങ് അരിയണം. അപ്പോൾ അത് ചോപ്പറിലാകുമ്പോൾ നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി, മിക്സിക്കകത്ത് തന്നെ ഇതിഞ്ഞ് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചോപ്പർ എടുക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ മിക്സി കൊണ്ടുവന്നിട്ട് അതിനകത്തൊന്ന് വയറൊക്കെ കുത്തി ഒന്ന് റെഡിയാക്കി വെച്ചും ഇതിലോട്ടിട്ട് വേഗം നിന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് സിമ്പിളാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ബേസ് ഇപ്പോൾ എപ്പോഴും ഊരി വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതെനിക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയായിരുന്നു. ഞാനത് പിന്നെ അറിയാതെ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഊരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വാഷ് ചെയ്യാൻ വെള്ളത്തിലിട്ടു. അങ്ങനെ അതിനകത്ത് വെള്ളം കയറിയിട്ട് നശിച്ചുമായിരുന്നു. അങ്ങനെ പിന്നെ ഇവർ സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോൾ അവർ പിന്നെ അത് പുതിയ പീസ് തന്നിട്ട് പറഞ്ഞു അത് വെള്ളം മുട്ടാനേ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ബേസ് ഊരി വെക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ വെച്ച് എപ്പോൾ വേണം അപ്പം മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇതുപോലെ അരിയുന്നത്. ഇത് വന്നെങ്കിൽ സവാള ആണെങ്കിൽ നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഈ കറിക്കാണെന്നുണ്ടെങ്കിൽ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ചോപ്പറിനകത്ത് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല നൈസായിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. ഇതിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് അരിയണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സമയം വേണം. ഇതാണെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്നാവുമെന്ന് അറിയാമോ? നോക്കിയാൽ എത്ര പെട്ടെന്ന് സവാള അരിഞ്ഞ് കിട്ടിയെന്ന് കണ്ടോ. നല്ല പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ് വെച്ചും ഇനി നമുക്ക് ആ ബേസ് ഊരി അങ്ങ് മാറ്റാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊരു പിന്നെ ശ്രദ്ധക്കുറവുള്ള ഒരാളാണ് കേട്ടോ. ഉള്ള കാര്യം സത്യമായിട്ടും പറയണമല്ലോ. കാരണം ഞാൻ ഓർക്കത്തില്ല. ചിലപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്തിട്ട് കഴുകാനങ്ങ് ഒരുമിച്ച് കൊണ്ടുപോയി വെക്കും. ചിലപ്പോൾ വെള്ളത്തിനകത്ത് വീണ് കഴിഞ്ഞിട്ടായിരിക്കും ഓർക്കുന്നത്. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ അരി അടപ്പിട്ടപ്പോൾ അരി നന്നായിട്ട് തിളച്ചു. അതിനെ ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ സൈഡിലങ്ങ് കടലക്കറിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനെന്നുണ്ടെങ്കിൽ ഇന്ന് മസാല എല്ലാം ഫ്രഷായിട്ട് ഞാൻ വറുത്ത് പിന്നെ അരയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനതെന്നുണ്ടെങ്കിൽ മുളകും മല്ലിയും എല്ലാം നന്നായിട്ട് വറുത്താണ് ഞാൻ ഇന്ന് അരയ്ക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വറ്റന മുളക് എപ്പോഴും ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ വെള്ളത്തിനകത്തൊന്ന് കഴുകി എടുത്തിട്ടാണ് ഞാൻ വറക്കുന്നത്. ഞാൻ ഈ മുളക് പൊടിക്കുന്ന സമയത്തായാലും നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടേ ഞാൻ മുളക് പൊടിക്കാറുള്ളൂ. കാരണം ഇതിനകത്ത് നല്ല അഴുക്കുണ്ട് കേട്ടോ.
അങ്ങനെ ഞാൻ മുളക് കഴുകിയെടുത്ത് എന്നിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞു. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ടു. അതിനകത്ത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെറും പാനിനകത്താണ് ഞാൻ മുളക് വറക്കാനായിട്ട് ഇട്ടത്. എണ്ണയൊന്നും ഒഴിക്കാതാണ് അത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ അരിയും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വറുത്ത മുളകിനെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. ഇനി ഇതിനകത്ത് വേറെ കുറച്ച് മസാലകളൊന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോറ് നോക്കുന്നുണ്ട് വെന്ത് പോകുമെന്ന് പേടിച്ചിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ മെനഞ്ഞാന്ന് അരി വേവിച്ച സമയത്ത് വെന്ത് പോയായിരുന്നു. അപ്പോൾ ഇനി അതിന് വേണ്ടുന്ന അടുത്ത ബാക്കി മസാലകൾ ചേർക്കാം. ഇതിന് ഞാൻ 1 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് കുരുമുളക് പൊടിയല്ല കേട്ടോ, കുരുമുളകാണ് ചേർത്തത്. അത് കഴിഞ്ഞും ഒരു 4 ഗ്രാമ്പു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ളത് ഏലക്ക, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ളത് 1 കഷ്ണം കറുവപ്പട്ട. അത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് അതിനകത്ത് ഇട്ടിട്ടോ, കാരണം അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് എടുത്തത് നമ്മളുടെ ആ ഒരു പൂ പോലത്തെ സാധനം വരുമല്ലോ, അത് ഒരു മുറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, അത് 2-3 പീസ് ഇട്ടു. അത് കഴിഞ്ഞ് 1 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ടു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് മല്ലിയാണ്. ഞാൻ ഈ മല്ലി എപ്പോഴും എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മില്ലി കൊടുത്ത് പൊടിക്കാറില്ല. അത് വന്നിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി ഉണക്കി ഇതുപോലെ കവറിനകത്താക്കി ഞാൻ ഇങ്ങനെ പാത്രത്തിൽ അടച്ചങ്ങ് വെക്കും. അങ്ങനെ ഇത്രയും മസാലകളാണ് രണ്ടാമത് ഞാൻ വറക്കാൻ എടുത്തേക്കുന്നത്. ആദ്യം ആ മുളകിൻ്റെ കൂടെ എന്തുകൊണ്ട് ഈ മസാല ഇട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് കഴുകി ഇട്ടതുകൊണ്ട് അതിനകത്ത് ആ വെള്ളത്തിൻ്റെ മയമൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഫ്രൈ ആയി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ ആ മുളകിൻ്റെ കൂടെ ഞാൻ ഈ വറുത്തത് കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് നൈസായിട്ട് പൊടിക്കണം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുക്കറിനെ ഇപ്പുറത്തോട്ട് മാറ്റി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ തീ കുറവാണ്. അപ്പം കുക്കറിനകത്ത് നമുക്ക് കടല വേഗം വേവിച്ചെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റിയതാണ് കേട്ടോ. അപ്പം കണ്ടില്ല, ഞാൻ ആ മസാല നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നു. ഇനി ഇത് വിടിരിക്കട്ടെ. അത് കഴിഞ്ഞ് വെച്ച് നമുക്ക് അത് കറി വെക്കുന്ന സമയത്ത് ആ മസാലകൾ എൻ്റെ കൂടെ ചേർക്കാനെ കൊണ്ടാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് പണി ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് പൊടിച്ച് വെച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ നിന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എനിക്ക് മുളക് പൊടി ഞാൻ ഇട്ട് വെച്ചില്ല, എൻ്റെ പാത്രത്തിനകത്ത് കാലിയായിട്ട് ഇട്ട് വെക്കാനെ കൊണ്ട് മറന്നു. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി മുളക് പൊടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിനകത്തോട്ടങ്ങ് മുളക് പൊടി എടുത്തങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേന് എൻ്റെ ചോറ് ഒരുവിധം വേവുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നുകൂടെ ആവാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ എപ്പോഴും പിന്നെ ഈ ചോറ് അപ്പോഴെപ്പോഴും നോക്കുന്നതെന്ന് വെച്ച് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം ചോറ് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോറങ്ങ് ഊറ്റിയിടാം. ഞാൻ ഊറ്റിയിടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഈ കിഴുത്തലുള്ള പാത്രം ഉണ്ടല്ലോ, നമ്മളിപ്പം എന്താ ചിപ്സ് അതും ഇതൊക്കെ വറുത്ത് കോരി വെക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിനകത്തായിട്ടാണ് ഞാനിത് ഊറ്റിയിടുന്നത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് വെള്ളം വടിഞ്ഞിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിനകത്തോട്ട് ഞാൻ ഊറ്റിയിടുന്നത്. അപ്പോൾ അതങ്ങനെ സൈഡിൽ അതവിടെ അങ്ങ് ഇരിക്കുകയും ചെയ്യും. അപ്പം ചോറ് റെഡിയായി. അത് കഴിഞ്ഞിട്ട് കടലക്കറിക്ക് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ തോരനൊന്നും വെക്കുന്നതൊന്നുമില്ല, എനിക്ക് കാരണം വെച്ചാൽ തോരൻ വെക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതൂടൊക്കെ ആക്കിയിട്ട് ഇന്ന് അവർക്ക് കൊടുത്തു വിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ആ ചോറ് അവിടെ വെച്ച സമയത്ത് അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് സൈഡിൽ കൂടെ ഒന്ന് അവിടെ വീണായിരുന്നു കേട്ടോ. നമ്മളത് അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആ സ്റ്റൗവിനകത്ത് അത് ഉണങ്ങി പിടിക്കും. അതുകൊണ്ടാണ് ഞാനൊരു നനഞ്ഞ തുണി എപ്പോഴും ഞാൻ ആ സൈഡിൽ വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് തുടച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതങ്ങ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ ആ കടല വേവുന്ന നേരത്തെ ഇച്ചിരി സമയം കിട്ടി. അപ്പോൾ ഒരു 3-4 പാത്രം ഇവിടെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാമെന്ന് വിചാരിച്ചു. അത് കഴിയിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേന് എൻ്റെ കടല വെന്ത് കഴിഞ്ഞു. അപ്പോഴത്തേന് ഞാനാണെന്നുണ്ടെങ്കിൽ എന്നാൽ ശരി, അതിന് വേണ്ടുന്ന മസാല അങ്ങ് തയ്യാറാക്കുക, സവാളയൊക്കെ അങ്ങ് വഴട്ടാന്ന് വിചാരിച്ചിട്ട് പാൻ അടപ്പ് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള, ഞാൻ കടുകല്ല ചേർക്കുന്നത്, ഇതിനകത്ത് ഞാനെന്നുണ്ടെങ്കിൽ ജീരകമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ജീരകം ചേർക്കുന്നുണ്ട്. കടുകിന് പകരം ഞാൻ ജീരകമാണ് ചേർക്കുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീരകം ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും, അതുകൊണ്ടാണ് ജീരകം ചേർക്കുന്നത്. അത് കഴിഞ്ഞ് ജീരകം നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ആ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ ചെറിയ 2 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം, ഒരുപാട് വലിയ പീസായിട്ട് മുറിക്കരുത്, ചെറുതായിട്ട് അരിയണം. അങ്ങനെ ഞാൻ 2 തക്കാളി അരിഞ്ഞു. അപ്പോൾ ഉള്ളി വഴണ്ടിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇച്ചിരി വാടിയതൊക്കെ കേട്ടോ, ഫ്രഷ് ഒന്നും അല്ല, എന്നാൽ കൂടി ഒരു പേരിന് കറിവേപ്പില കിടക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടതാണ്. അപ്പോൾ സവാള ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് അതിനകത്ത് വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്ന കടല 1/2 കിലോ കടല എടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ ഈ 1/2 കിലോ കടല എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലക്കറി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത്. അതിൻ്റെ കൂടെ 2 തക്കാളി ചെറുതായിട്ടരിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ഞാൻ അപ്പം വിചാരിച്ചു അതിനകത്ത് കുറച്ച് ഉപ്പൂടൊന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവാള വേഗം നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ സ്പൂൺ നോക്കിയപ്പം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് കൈ കൊണ്ട് ഇച്ചിരി ഉപ്പ് വാരിയും കിട്ടതാണ് ഞാൻ. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. ഇത് ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന മസാല. അപ്പോൾ ഇത് ഇത്രയൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതിനകത്ത് ഞാനാണെങ്കിൽ 1 ടീസ്പൂൺ ഞാൻ മുളക് പൊടി ചേർക്കുന്നു. ഈ മുളക് പൊടി ചേർക്കുന്നതിൻ്റെ കാര്യം വേറൊന്നുമല്ല,
കാശ്മീരി മുളക് പൊടിയാണ് ഞാനിത് ചേർക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പൊടിച്ചതിനകത്ത് മുളക് ചേർത്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ അതിന് കളർ കുറവാണ്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തത് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങോട്ട് തട്ടി കൊടുത്തു. എന്നിട്ട് ഇത് തട്ടിയിട്ട് ആ മിക്സിയുടെ ജാറിനകത്തൊക്കെ ഇരിക്കുന്നതെല്ലാം കൈകൊണ്ടൊക്കെ തട്ടി അങ്ങോട്ട് ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കടല വേവിക്കാൻ വെച്ചായിരുന്നല്ലോ, അപ്പോൾ അത് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എയർ പോക്കി അത് ഓപ്പൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചും കൂടി എയർ പോകാനുണ്ട്. പക്ഷേ കടല വെന്ത് കാണും. കുറേ നേരമായിട്ട് ഞാൻ ഒരു 7-10 വിസിലടുപ്പിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ കടലയും ഉരുളൻകിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചെടുത്ത് നമുക്കൊന്ന് അരയ്ക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടല വെന്തോന്ന് നോക്കാം കേട്ടോ. കടല നല്ല സൂപ്പറായിട്ട് വെന്തു. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ആ മസാല പൊടിച്ചില്ല, അതേ ജാറിനകത്തോട്ട് കടലയും കിട്ടാൽ മതി കേട്ടോ. ആ ജാറ് പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇതിന് വേണ്ടുന്ന മസാലയല്ലേ നമ്മൾ പൊടിച്ചത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു 2 തവിയോളം കടല എടുത്തു. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ഈ വേവിച്ച ഉരുളൻകിഴങ്ങ് അതും കൂടെ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരയ്ക്കണം. പക്ഷേ എങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ സ്റ്റൗ കാലിയായിട്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വേവിച്ച കടലയൊക്കെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് തട്ടിയേം വെച്ച് നമ്മൾ ഈ മസാലയൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അത് ഒരു സൈഡിൽ കൂടെ തിളയ്ക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ആ മസാല ഫ്രൈ ചെയ്ത് ആ പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ അതിനകത്ത് ചേർത്തു. അത് കഴിഞ്ഞ് ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ, ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ആ കടലയും ഉരുളൻകിഴങ്ങും കൂടെ അരച്ചുകൊണ്ട് വന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് എപ്പോഴും ഉണ്ടല്ലോ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിനകത്ത് ചേർക്കുമ്പോൾ ഇങ്ങനെ അടപ്പ് അടച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലെ കുലുക്കി അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ ഒരു തുള്ളി പോലും മസാലയൊന്നും ജാറിനകത്ത് ഇരിക്കത്തേയില്ല. എന്ത് മസാല ആയാലും കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ ഉപ്പ് നോക്കി. കാരണം വെച്ചാൽ നമ്മൾ സവാള വഴട്ടാൻ നേരത്ത് ഉപ്പ് ചേർത്തു, കടല വേവിക്കാൻ നേരത്ത് ഉപ്പ് ചേർത്തു. അതുകൊണ്ട് ഉപ്പ് എനിക്ക് കറക്റ്റാണ് കേട്ടോ. എനിക്ക് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കറക്റ്റ് അളവിനാണ് ഉപ്പായത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ മസാല വറുത്തതിൻ്റെ ആ തവിക്കകത്തൊക്കെ കുറച്ചൊരു ഇത് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വടിച്ച് ഇതിനകത്ത് ഇട്ട് കേട്ടോ. കണ്ടില്ല എൻ്റെ അടിപൊളി കടലക്കറി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, ഈ കടലക്കറി അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ഇപ്പുറത്തെ അടുപ്പയിൽ നമുക്കങ്ങ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദോശക്കല്ല് വെച്ചു. അപ്പോൾ ദോശമാവ് അയച്ചിട്ട് ഇന്ന് ഒന്ന് പുളിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എപ്പോഴും എടുക്കേണ്ട തവി ഞാൻ ഈ കാണിച്ചതുപോലെ ചെവിട് കുറച്ചൊന്ന് പരന്നത് വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് ദോശ പരത്താൻ നല്ല ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ തവി എടുക്കണമെന്ന് പറയുന്നത്. നല്ല കുടുവൻ തവി എടുക്കരുത്. അപ്പോൾ എൻ്റെ ദോശമാവ് ഇന്ന് വലുതായിട്ട് പുളിച്ചില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് തോന്നുന്നത്. തന്നെയല്ല ഞാൻ മാവ് അരച്ച് വെച്ചത് കുറച്ച് ലേറ്റായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ അരച്ച് വെച്ചിരുന്നെങ്കിൽ മാവ് നന്നായിട്ട് പുളിച്ചേനെയായിരുന്നു തോന്നുന്നു. കല്ല് നന്നായിട്ട് ചൂടാവുന്നതിന് മുന്നേ മാവ് ഒഴിച്ചതുകൊണ്ടുണ്ടല്ലോ ഈ ദോശ ശരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയാൽ വെച്ചു. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. നോക്കിക്കേ, അപ്പം കല്ല് നന്നായിട്ട് ചൂടായി കിടന്നതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ആ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അച്ചയ്ക്ക് ചൂടോടെ ആ ദോശയും കറിയും കൂടെ കഴിക്കാൻ കൊടുക്കട്ടെ. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ദോശ ആയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാനിച്ച് ചായയും കൂടെ വെച്ചായിരുന്നു. അച്ചയ്ക്ക് ചായയും കൂടെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ എൻ്റെ പണികളെല്ലാം ചടപടയും നടക്കണം. കാരണം ഇവർക്ക് പോകാൻ നേരത്തെല്ലാം കഴിക്കാനും കൊണ്ടുപോകാനും എല്ലാം റെഡി ആവണം. ഇന്ന് ഞാനാണെങ്കിൽ കടലക്കറിയൊക്കെ കൊടുത്തു വിടുന്നത് കേട്ടോ. വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കുന്നതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്തു, അച്ചയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാനൊരു മുട്ട പൊരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചോപ്പറിനകത്തോട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിയും പച്ചമുളകും കൂടെ അങ്ങ് അരിഞ്ഞു. അപ്പോൾ ഞാൻ അത് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ മുട്ടയും ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ദോശ ഉണ്ടാക്കി ദോശക്കല്ലിലോട്ട് തന്നെ അങ്ങ് മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്തോട്ട് വെച്ച് ഞാനങ്ങ് മുട്ട പൊരിച്ചു. അപ്പോൾ ഞാൻ ആ സമയത്തിന് മുട്ട റെഡിയാവുന്ന നേരത്തിന് അങ്ങ് ചോറ് കൂടെ അങ്ങ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ചയ്ക്ക് വേണ്ടുന്ന പാത്രം, അച്ഛ കൊണ്ടുവന്ന ചോറിൻ്റെ പാത്രം കണ്ടോ, ഭയങ്കര വലിയ പാത്രം കേട്ടോ. ഈ പാത്രത്തിനകത്താണ് അച്ഛ ചോറ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഞാൻ വെച്ചും ചോറെടുത്തു. അത് കഴിഞ്ഞിട്ട് കടലക്കറി എടുത്തു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സൈഡ് മുട്ട ഇച്ചിരി ഒന്ന് കരിഞ്ഞു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ മുട്ടയും പാക്ക് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് ഞാൻ വെച്ചും ആ ചോറിനകത്ത് ഇച്ചിരി അച്ചാറൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനന്ന് ഇട്ട നെല്ലിക്ക അച്ചാർ തീർന്നു, ഇനി കുറച്ചും കൂടെ ഉള്ളായിരുന്നു. അങ്ങനെ ലഞ്ച് പാക്ക് ചെയ്ത് അച്ഛയെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ദോശ ഉണ്ടാക്കി. 2 ദോശ അതിൻ്റെ കൂടെ വെച്ച് കടലക്കറിയൊക്കെ എടുത്തു. അപ്പോൾ ഇനി ഒന്ന് വിശാലമായിട്ട് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൽ വന്നിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ഇവർ പോയ ഉടനെ ഒന്നും കഴിക്കാനെ കൊണ്ട് കയറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനെ കൊണ്ട് വന്നത്. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ കടലയും ദോശയും കൂടെ കൂട്ടിയിട്ട് നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കറിയാണ്. അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഈ ദോശയും കടലക്കറിയും വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ.